بسم الله الرحمن الرحيم. إلى حضرة النبي المصطفى والحبيب المقتفى سيدنا ومولانا محمد صلى الله عليه وسلم، وإلى حضرة شيخنا وسندنا وملاذنا الشيخ محمد بن الشيخ محمد الجيلي الجشتي الجيلي القادري الجاديري قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഔസുല്ലാദ് തങ്ങളുപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ മശായിഖന്മാരോടൊത്തുള്ള ജീവിതം, അവരോടുള്ള സുഹബത്തിലായിട്ടുള്ള ജീവിതം എന്നും അദബിലും ഹുർമത്തിലുമാക്കി അവരിഷ്ടപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന രീതിയിലാക്കി നമ്മിൽ നിന്ന് കബൂലാക്കി അള്ളാഹു നമ്മേവരെയും സ്വീകരിക്കുന്ന കൂട്ടത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൂടെയും പകലുകളിലൂടെയും ഒക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതിൻ്റെ പകലും അതിൻ്റെ രാവും ഒക്കെ പവിത്രത നിറഞ്ഞതാണ്. അതിനെക്കുറിച്ച് ഒരു വിശദമായ രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വഴിയുണ്ട്. ഖാദിരിയ ത്വരീഖത്തിന്റെ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുപ്പാപ്പാന്റെ വഴി. ആ വഴിയെക്കുറിച്ചും ഗൗസുൽ ആലമിനെ കുറിച്ചും നമ്മളെ ശൈഖ് തങ്ങളെക്കുറിച്ചും കൂടുതൽ അടുത്തറിയുകയും ആ സ്നേഹത്തിലും ആ മഹബത്തിലും ആ ഫിക്റിലും ആയി ജീവിച്ച് മുന്നേറുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് ഉപകരിക്കുന്ന വിഷയങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ വിശുദ്ധമായ മുഹീദ്ദീൻ മാല, ആ വിശുദ്ധമായ മുഹീദ്ദീൻ മാലയുടെ വരികളിലൂടെ നമ്മൾ ചിന്തിക്കുകയും കടന്നു പോവുകയും ചെയ്യുകയുണ്ടായി. അവസാനമായി നമ്മൾ പറഞ്ഞത് മഹാന്മാരായ മശായിഖന്മാരുടെ, അവനവനാന്റെ മുറബ്ബിയായ മശായിഖന്മാരുടെ ദുആയിലും ബർക്കത്തിലും ആവണമെങ്കിൽ എപ്പോഴും ഫാത്തിഹ ഓതണം എന്നുള്ളതാണ്. ഫാത്തിഹയും എപ്പോഴും മഹാന്മാരായ മശായിഖന്മാർക്ക് നമ്മൾ ഫാത്തിഹ ഓതി അവരുടെ ദുആയും ബർക്കത്തും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാകുക? അതും വിശുദ്ധമായ മുഹീദ്ദീൻ മാലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവരെ ദുആയും ബർക്കത്തും കൊണ്ടോവർ ആഖിറവും ദുനിയാവും നിറഞ്ഞോവർ. അവരെ ദുആയും ബർക്കത്തും കൊണ്ട ആളുകള്, കിട്ടിയ ആളുകള്, അതിന് വിധേയരായ ആളുകൾ, അവരുടെ ആഖിറവും ദുനിയാവും സമ്പന്നമായിരിക്കും, നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതൊരു സുന്ദരമായ വരിയാണെന്ന് ആലോചിക്കണം.
മഹാന്മാരായ മശായിഖന്മാരുടെ ദുആയും ബർക്കത്തും കിട്ടാൻ എപ്പോഴും നമ്മൾ ഫാത്തിഹ ഓതി. അങ്ങനെ ആ ദുആക്ക് നമ്മൾ പാത്രീഭൂതരായി കഴിഞ്ഞാൽ നമ്മളുടെ ആഖിറവും വിജയിച്ചു, ദുനിയാവും വിജയിച്ചു. അത് നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് വിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയിൽ മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ഒരു സംഭവം നമുക്ക് പറയാം. മഹാനവറുകള് പ്രാർത്ഥിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, എന്നെന്നും ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെട്ടു പോവട്ടെ എന്നുള്ളതാണ്. മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ മഹാനവറുകളുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഫലായിദുൽ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 16-ാമത്തെ പേജിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: ഖാല സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ പറയുകയാണ്, ഇഫ്തഖദ അഹ്ലു ബഗ്ദാദ് സയ്യിദി ശൈഖ് അബ്ദുൽ ഖാദിർ, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാനെ പെട്ടെന്ന് കാണാതായി. ബഗ്ദാദുകാർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഫഖീല ലഹും, അപ്പോ അവരോട് പറഞ്ഞു, തവജ്ജഹ് നഹ്വ ദിജ്ല, ദിജ്ല എന്ന് പറയുന്ന രണ്ട് നദികളാണുള്ളത്, യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും. അതിൽ ദിജ്ല നദിയുടെ അടുത്തേക്ക് എല്ലാവരോടും പോയി നോക്കാൻ വേണ്ടി ആരോ പറഞ്ഞു, ചിലപ്പോ അവിടെ കണ്ടേക്കാം എന്ന്. ഫന്തലഖൂ, അങ്ങനെ എല്ലാവരും പോയി യത്ലുബൂനഹു, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാനെ അന്വേഷിച്ചു. ഫഹിദാ ഹുവ യംശി, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ നടന്നു വരുന്നു. മുഖ്ബിലൻ ഇലൈനാ, അവരുടെ നേരെ നടന്നു വരികയാണ്. അലൽമായി, വെള്ളത്തിന്റെ മുകളിലൂടെയാണ് വരുന്നത്. വൽഹിതാനു, മത്സ്യങ്ങൾ യഅ്തൂനഹു, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ചാരത്തേക്ക് വന്ന് അഫ്വാജൻ അഫ്വാജൻ, സംഘങ്ങളായി വന്നിട്ട് യുസല്ലിമൂന അലൈഹി, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാക്ക് സലാം പറയുകയാണ്. അത്ഭുതകരമായ കാഴ്ചയാണ്, അതിശയകരമായ കാഴ്ച കാണുകയാണ്. മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. വൈലാ തഖ്ബീലിസ് സമക്കി യദൈഹി, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ഇരു കരങ്ങളും മത്സ്യങ്ങൾ വന്ന് ചുംബിക്കുന്നതും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, അദ്ഹാന വഖ്തു സ്വലാത്തുൽ ളുഹ്ർ, ളുഹ്റിന്റെ സമയമായി. വൈദാ ബിസജ്ജാദത്തിൻ അളീമത്തിൻ ഖദറാഅ മുറസ്സഅതൻ ബിദ്ദഹബി വൽ ഫില്ലതി, സ്വർണവും വെള്ളിയും പൂശപ്പെട്ട പച്ചയാകുന്ന ഒരു വലിയ മുസല്ല, സജ്ജാദ. അലൈഹ, അതില് മക്തൂബുൻ, എഴുതിയിരിക്കുന്നത് സത്രാനി, 2 വരികളാണ്. ആ മുസല്ലയിൽ അല്ലെങ്കിൽ ആ കാർപ്പറ്റിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അൽ-അവ്വൽ, ഒന്നാമത്തെ വരി, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിയും ഭയവുമില്ല, ദുഃഖവുമില്ല എന്നുള്ള അർത്ഥം സൂചിപ്പിക്കുന്ന വരി. വിശുദ്ധ ഖുർആനിലെ വരി വസ്സത്തുറുത്താനി, 2-ാമത്തെ വരിയിൽ സലാമുൻ അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്, അഹ്ലു ബൈത്തുകാരെ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരിയും, ഫഉമിദ്ദത്തിസ് സജ്ജാദതു ബൈനസ് സമായി വൽ അർളി ഫൗക ദിജ്ല, ഈ നദിയുടെ മുകളിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലായി ആ സജ്ജാദ വിരിക്കപ്പെട്ടു.
കഅന്നമാ ബിസാത്തു സുലൈമാൻ അലൈഹിസ്സലാം. മഹാനരായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വായുവിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നല്ലോ. അവരുടെ വിരിപ്പ് പോലെയുണ്ട്. അങ്ങനെ ഇരിക്കെ ഫഅഖബലത് റിജാലുൻ, കുറെ ആളുകൾ അതാ വരുന്നു. കഅന്നഹുൽ ഉസൂദു, സിംഹങ്ങളെ പോലെയുള്ള ആളുകള്, അത്രയും ഗാംഭീര്യമുള്ള ധൈര്യശാലികളായ ആളുകളെ. യുഖദ്ദിമുഹും റജുലുൻ, അവരുടെ മുൻനിരയിലുള്ളത് അലൈഹി വഖാറുൻ വഹൈബത്തുൻ അളീമത്തുൻ വസകീന, വളരെ ഗാംഭീര്യം തോന്നിക്കുന്ന, വളരെ അടക്കമുള്ള ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ അവരുടെ മുന്നിലുണ്ട്. ഫഅത, അങ്ങനെ അയാൾ വന്നു. ഹത്താ വഖഫ ഹുവ വഅസ്ഹാബുഹു, കൂടെയുള്ളവരും അദ്ദേഹവും മുഖാബില സജ്ജാദത്തി, മുസല്ലയുടെ നേരെ നിന്നു. മുത്രിഖീന ബാക്കീന, കരഞ്ഞുകൊണ്ട് തലതാഴ്ത്തി ഭവ്യതയോടെ അനക്കമില്ലാതെ. കഅന്നഹും മുൽജിമൂ ബിലിജാമിൽ ഖുദ്റതി, കുദ്റത്തിന്റെ കടിഞ്ഞാണുകൊണ്ട് കടിഞ്ഞാണിടപ്പെട്ട പോലെ അനക്കങ്ങളൊന്നുമില്ലാതെ വളരെ ഭവ്യതയോടെ വളരെ ഭക്തിയോടെ കരഞ്ഞുകൊണ്ട് തലതാഴ്ത്തി അവരവിടെ മുസല്ലയുടെ നേരെ നിൽക്കുന്നു. ഫലമ്മാ ഉഖീമത്തിസ് സ്വലാത്തു, ഇഖാമത്ത് കൊടുത്തപ്പോൾ തഖദ്ദമ ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ മുന്നോട്ട് വന്നു. വഖദ് തറദ്ദാ ബിരിദാഇൽ ഹൈബതി, വളരെ ഗാംഭീര്യം സ്ഫുരിക്കുന്ന ഒരു ഉടയാടയാണ് തട്ടമാക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. വസല്ലത്തിർ റിജാലു വസയ്യിദുഹും വഅഹ്ലു ബഗ്ദാദ്, അങ്ങനെ ആൾക്കൂട്ടവും അവരുടെ നേതാവും ബഗ്ദാദിൽ നിന്ന് മഹാനരെ അന്വേഷിച്ചു വന്നവരൊക്കെ കൂടി അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. അതിശയകരമായ നിസ്കാരം, അദൃശ്യലോകത്ത് അഭൂതപൂർവമായി കാണപ്പെടുന്ന ഒരു നിസ്കാരം. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന വളരെയേറെ പവിത്രമായ നിസ്കാരം. ഫലക്കാന കുല്ലമാ കബ്ബറ, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ തക്ബീർ ചൊല്ലുമ്പോ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ, കബ്ബറത്ത് മഅഹു ഹമലത്തുൽ അർശി, അർശിനെ ചുമക്കുന്ന മലക്കുകളൊക്കെ തക്ബീർ കൂടെ ചൊല്ലിക്കൊണ്ട് ആരവം മുഴക്കുന്നു. വകുല്ലമാ സബ്ബഹ സബ്ബഹത് മഅഹു മലായികത്തുസ് സമാവാതി സബ്ഈ, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ തസ്ബീഹ് ചൊല്ലുമ്പോ കൂടെ തസ്ബീഹ് ചൊല്ലാൻ 7 ആകാശത്തുമുള്ള മലക്കുകളുമുണ്ട്. വഹിദാ ഹമിദല്ലാഹ, അല്ലാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, ഖറജ മിൻ ഫീഹി നൂറുൻ അഖ്ളർ, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ തിരുവായയിൽ നിന്ന് നൂറുൻ അഖ്ളറു, നൂറ് വരുന്നു. അഖ്ളറു, പച്ചക്കളറുള്ള. ഹത്തായ ബിലുഗു അനാനസ് സമായി, ആകാശത്ത് മേഘത്തെ മുട്ടി എത്തിപ്പോകുന്ന രീതിയിലുള്ള പ്രകാശം. ഫലമ്മാ ഫറഗ മിനസ് സ്വലാത്തി, നിസ്കാരം കഴിഞ്ഞ് റഫഅ യദൈഹി, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ കൈകൾ ഉയർത്തി. വസമിഅനാ യഖൂലു ഫീ ദുആഇഹി, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾ കേട്ടു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? വളരെ അതിശയകരമായ ദൃശ്യലോകത്ത് സംഭവിക്കുന്ന കറാമത്തിന്റെ, ഗൈബത്തിന്റെ, ഹുർമത്തിന്റെ, അദൃശ്യലോകത്ത് സംഭവിക്കുന്ന ഒരു സംഭവം പോലെയാണ് ഈ നിസ്കാരം അവിടെ നടന്നത്. ഇങ്ങനെ ഈ ഹുർമത്താക്കപ്പെട്ട ഈ നിസ്കാരം നടന്നതിന് ശേഷം ഈ പവിത്രമാക്കപ്പെട്ട ഈ സദസ്സിൽ വെച്ച്
ഇവരെയെല്ലാം സാക്ഷിയാക്കി മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക ബിഹഖി ജദ്ദി മുഹമ്മദിൻ ഹബീബിക വഖീറതിക മിൻ ഖൽഖിക. അല്ലാഹുവേ എന്റെ ഉപ്പാപ്പയായ ഹബീബായ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് ചോദിക്കുകയാണ്. വആബായി, എന്റെ പിതാക്കന്മാരുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അന്നക ലാ തഖ്ബിൽ റൂഹ മുരീദിൻ വമുരീദത്തിൻ, എന്റെ വഴിയിൽ വന്ന മുരീദിന്റെയും എന്റെ വഴിയിൽ പ്രവേശിച്ച് ഖാദിരിയ സരണി സ്വീകരിച്ച് അതിൽ എന്റെ മുരീദായി ജീവിക്കുന്ന ആണായാലും പെണ്ണായാലും അവരുടെ റൂഹിനെ നീ പിടിക്കരുതേ അല്ലാഹ്. എങ്ങനത്തെ മുരീദാണ്? ലാദൂബി, എന്നിൽ അവലംബിച്ച, എന്നിൽ അഭയം തേടിയ, എന്നിൽ കാവല് തേടിയ. അല്ലാഹുവേ മുത്ത് റസൂലുള്ളാന്റെ ഹക്ക് കൊണ്ട് എന്റെ വഴിയിൽ വന്ന മുരീദന്മാര് ആണായാലും പെണ്ണായാലും അവരുടെ റൂഹിനെ നീ പിടിക്കുന്നത്, അവരെന്നിൽ അവലംബിച്ച് ജീവിച്ച എന്റെ മുരീദന്മാരുടെ റൂഹിനെ നീ പിടിക്കുന്നത് ഇല്ല അലാ തൗബത്തിൻ, തൗബയിലായിട്ടല്ലാതെ നീ പിടിക്കരുതേ അല്ലാഹ്. ഈ സുന്ദരമായ പവിത്രതയാർന്ന മുഹൂർത്തത്തിൽ മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ പ്രാർത്ഥനയാണ്. ഫസമിഅന, സമയത്ത് ഞങ്ങൾ കേട്ടു, കബ്കബത്തൽ മലായികതി, മലക്കുകളുടെയും ആരവങ്ങൾ കേട്ടു. വഹും യുഅമ്മിനൂന അലാ ദുആഇഹി, മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് അവര് ആമീൻ ആമീൻ എന്ന് പറയുന്നു. മലക്കുകള് ഫവാഫഖ്നാ തഅമീനൽ മലായികതി അല ദുആഇ, പ്രാർത്ഥനയ്ക്ക് ഓരോ സമയത്തും മലക്കുകള് ആമീൻ പറയുമ്പോ അതിന്റെ കൂടെ ഞങ്ങളും ആമീൻ പറഞ്ഞു. വഇദൻ നിദാഉ മിനൽ ഉലാ, അന്നേരം മുകളിൽ നിന്ന് വിളിയാളം വരികയാണ്. അബ്ശിർ ഫഇന്നക ഖദ് ഇസ്തജബ്ത ലക ഫഇന്നി ഖദ് ഇസ്തജബ്തു ലക, അങ്ങേക്ക് ഞാൻ പ്രാർത്ഥന ഉത്തരം തന്നിരിക്കുന്നു, അതുകൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവും വന്നു. മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ പ്രാർത്ഥനയാണ്. ആലോചിച്ചു നോക്കണം. മഹാനരുടെ വഴിയെ അവലംബിച്ച മുരീദായ ആണായാലും പെണ്ണായാലും അവരുടെ റൂഹിനെ നീ തൗബയിലായിട്ടല്ലാതെ അല്ലാഹുവെ പിടിക്കരുതേ. മുത്ത് റസൂലുള്ളാന്റെ ഹക്ക് കൊണ്ട് അവിടെ ആ കൂടിയ റിജാലുൽ ഗൈബിൽപ്പെട്ട ആളുകളൊക്കെ ആമീൻ പറയുന്നുണ്ട്. കൂടെ മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാനെ തേടി വന്ന ആളുകളും ആമീൻ പറയുന്നുണ്ട്. കൂടെ ഹമലത്തുൽ അർശിന്റെ മലക്കുകള് അവരും ആമീൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സുന്ദരമായ മുഹൂർത്തം, ആ ആമീൻ പറയുകയും ദുആയും മാത്രമല്ല, ആ ദുആ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള സന്തോഷ വാർത്ത കൂടി ലഭിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കണം. മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെട്ടു പോകണം. അവരെ ദുആയും ബർക്കത്തും കൊണ്ടോവർ, ആഖിറവും ദുനിയാവും നിറഞ്ഞോവർ. മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ ദുആക്ക് പാത്രീഭൂതരായവർ അവരുടെ ആഖിറവും ദുനിയാവും നിറഞ്ഞതായിരിക്കും.
അവരുടെ ദുആയും ബർക്കത്തും കിട്ടാനുള്ള മാർഗം എന്താ? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബർക്കത്തും എത്തുമേ. മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ മശായിഖന്മാരുടെ ദുആയും ബർക്കത്തും നമ്മൾക്ക് കിട്ടണമെങ്കിൽ ഫാത്തിഹ ഓതിയാൽ മതി. എപ്പോഴും ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവരുടെ ദുആയും ബർക്കത്തും കിട്ടും. അങ്ങനെ ദുആയും ബർക്കത്തും കിട്ടിക്കഴിഞ്ഞാൽ ആഖിറവും ദുനിയാവും നിറഞ്ഞതാകും. നമ്മളെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതവും മരണവും മരണാനന്തര ജീവിതവും സകലതും മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ പൊരുത്തത്തിലാവണമെന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം. അതാണ് മുഹിയുദ്ദീൻ മാല പഠിപ്പിക്കുന്നത്. മഹാനരായ മുഹമ്മദ് ഖാദി തങ്ങളുപ്പാപ്പ, ഖാദി മുഹമ്മദ് തങ്ങളുപ്പാപ്പ എത്ര വലിയ പണ്ഡിതനാണെന്നറിയുമോ? വലിയ പണ്ഡിതനാണ്. ഖാദിയായിട്ട്, വലിയ മുസന്നിഫായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ, 400ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു എന്ന് ചരിത്രകാരന്മാര് പറയപ്പെടുന്ന വലിയൊരു പണ്ഡിതനായിട്ട് പോലും മഹാനവറുകൾ ഗുരുവിനെ പിടിക്കുകയും ആ ഗുരുവിന്റെ എല്ലാ മഹത്വത്തോടും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടെ മഹാനവറുകൾ രചിച്ചതാണ് മുഹിയുദ്ദീൻ മാല. മഹാനവറുകളുടെ ഉള്ളിൽ നിന്ന് വന്ന പ്രാർത്ഥനയാണ് അവസാനത്തെ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളൊന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും മഹാനവറുകൾ ഖാദിരിയ ത്വരീഖത്തിനെ എത്രമേൽ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്ന്. അതിലുള്ള അവസാനത്തെ ഇരവിന്റെ വരികൾ നമ്മൾ ഓരോന്ന് പരിശോധിച്ചു നോക്കുക. ഓരോ മുരീദിന്റെയും മനസ്സിൽ രൂഢമൂലമായി, പ്രാർത്ഥനയായി, പ്രതീക്ഷയായി, തേട്ടമായി നിലകൊള്ളേണ്ട വരികളാണത്. മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹിയുദ്ദീൻ കാവലിലേകല്ലാ. ദുനിയാവിൽ നിൽക്കുമ്പോ മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ കാവല് തരണേ എന്നും ഖാദി മുഹമ്മദ് തങ്ങളുപ്പാപ്പ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടെ അവസാനിക്കുന്നില്ല. പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം കഴിഞ്ഞാൽ പിന്നെ മരണമാണ് വരുന്നത്. കാലം അസ്റായീൽ മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തർ മുഹിയുദ്ദീൻ കാവലിലേകല്ലാ. ആ മരണരംഗത്തും മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ സാന്നിധ്യവും അവിടുത്തെ സഹായവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ഖബറാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾ പറഞ്ഞു, പേടി പെരുത്ത ഖബറകം പോകുന്നാൾ പേർപ്പറ്റ മുഹിയുദ്ദീൻ കാവലിലേകല്ലാ. ആ ഖബറിലും, ഇരുട്ടാർന്ന ഖബറിലും മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ സഹായവും മഹാനവറുകളുടെ പിന്തുണയും വേണമെന്ന് മഹാനവറുകൾ ആശിക്കുന്നു, ദുആ ചെയ്യുന്നു. സൂറ് വിളി കേട്ടിട്ടൊക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹിയുദ്ദീൻ കാവലിലേകല്ലാ. 7 മുഖമിട്ടടുപ്പിച്ചുദിക്കുന്നാൾ എൻകൾ മുഹിയുദ്ദീൻ കാവലിലേകല്ലാ. ചൂട് പെരുത്ത താറമ്മൽ ഞാൻ നിൽക്കുന്നാൾ ചൊക്കർ മുഹിയുദ്ദീൻ കാവലിലേകല്ലാ. നരകം അതേളും കോരോതും മികച്ച നാൾ നലവർ മുഹിയുദ്ദീൻ കാവലിലേകല്ലാ. തൂക്കം പിടിച്ച് കണക്കെല്ലാം നോക്കുന്നാൾ തലവർ മുഹിയുദ്ദീൻ കാവലിലേകല്ലാ.
അരിപ്പത്തിയിലിട്ട സീറാത്ത് കടക്കുന്നാൾ അരിമാമോഹിയുദ്ദീൻ കാവലിലകല്ലോ. അങ്ങനെ ആഖിറത്തിന്റെ ഓരോ രംഗങ്ങൾ, ഓരോ അവസ്ഥകൾ. സൂര്യൻ ഉദിച്ച് ഒരു ചാണ് മീതെ നിൽക്കുന്ന ആ ചൂടുപെരുത്ത തറമ്മല് നിൽക്കുമ്പോ അവിടെ മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ ഹിസാബിന്റെ വേളയിൽ, സിറാത്തിന്റെ സമയത്ത്, അതുമാത്രമല്ല മഹാനരായ ഖാദി മുഹമ്മദ് തങ്ങൾ ഉപ്പാപ്പ ആഗ്രഹിച്ചത് ഖ്വാജാ പേദാംബരെ മംഗലം കാണുവാൻ, മംഗല വേളകൾ കാണുവാനേകല്ലാ. മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ കൂടെ മുത്ത് റസൂലുള്ളാന്റെ കൂടെ സ്വർഗത്തിൽ വേണം, അങ്ങയുടെ ശഫാഅത്ത് വേണം, മുത്ത് റസൂലുള്ളാന്റെ മംഗലത്തിൽ പങ്കെടുപ്പിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു മുരീദിന്റെ പ്രാർത്ഥനയാണ്. ഒരു മുരീദിന്റെ ജീവിതം മുഴുവനും മരണവും മരണാനന്തര ജീവിതവും മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ കൂടെയാവണമെന്നാഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കണമെന്നാണ് ഖാദി മുഹമ്മദ് തങ്ങൾ ഉപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈഖിനെ പിടിച്ച് ആ ശൈഖിന്റെ വഴിയിലൂടെ അവൻ ജീവിക്കുമ്പോ അവന്റെ ജീവിതത്തിൽ നിന്ന് ദിക്റുകൾ രൂപപ്പെടാം, അതുപോലെ പ്രാർത്ഥനയും രൂപപ്പെട്ടു വരാം. അങ്ങനെ മഹാനരായ ഖാദി മുഹമ്മദ് തങ്ങൾ ഉപ്പാപ്പാക്ക് രൂപപ്പെട്ടു വന്ന ഈ പ്രാർത്ഥന എത്ര മഹത്തരമായ പ്രാർത്ഥനയാണെന്ന് നമ്മളൊക്കെ ആലോചിക്കണം. നമ്മളുടെ ജീവിതം അതുകൊണ്ട് തന്നെ ഖാദിരിയ ത്വരീഖത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്ന, ചിന്ത കൊണ്ട് വ്യതിചലിക്കുന്ന, ഓർമ്മ കൊണ്ട് വ്യതിചലിക്കുന്ന, പ്രവർത്തനങ്ങളെ കൊണ്ട് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതെ എല്ലാ സമയത്തും മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ സരണിയിലായി ഖാദിരിയ ത്വരീഖത്തിന്റെ കലിമത്തിന്റെ വഴിയിലായി നിലയുറപ്പിച്ചു പോവാൻ എന്നെന്നും നമ്മളുടെ മനസ്സിൽ പ്രാർത്ഥനയായി നമ്മൾ നിലനിർത്തണം. ഈ വരികൾ ചൊല്ലിയില്ലെങ്കിലും നമ്മളത് പ്രാർത്ഥനയായി നമ്മളുടെ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ വഴിയിൽ എന്നെന്നും ധീരതയോടെ ഉറച്ചു നിൽക്കാൻ, ഈമാനിക കരുത്തോടുകൂടെ യഖീനോടുകൂടെ പതറാതെ ചിതറാതെ നിലനിൽക്കാൻ, മരണത്തിലും മരണാനന്തര ജീവിതത്തിലും ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാനോട് കൂടെ, നമ്മളുടെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാനോട് കൂടെ നിലയുറപ്പിക്കാൻ നമുക്കേവർക്കും എന്നെന്നും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്